തിരുവനന്തപുരത്ത് അനധികൃതമായി ജോലി ചെയ്ത 2 ബംഗ്ലാദേശ് സ്വദേശിനികൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായിരിക്കുന്നെന്ന വാർത്ത വരുന്നു. ജഗതിയിലെ പേൾ വെൽനസ് സ്പായിൽ തെറാപ്പിസ്റ്റുകളായ ബംഗ്ലാദേശ് സ്വദേശികളും സ്ഥാപന ഉടമകളുമാണ് പിടിയിലായിരിക്കുന്നത്. പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ ഇല്ലാതെയാണ് ഇവർ താമസിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, ഏതായാലും മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? വിരുദ്ധ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഈ ഒരു പരിശോധന നടത്തിയത്. ഇന്നലെയാണ് പരിശോധന നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്പാ കേന്ദ്രീകരിച്ച ഈ ഒരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. 4 പേരെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ 2 ബംഗ്ലാദേശികളും അതുപോലെ തന്നെ സ്ഥാപന ഉടമയുമായിട്ടുള്ള 2 പേരും, അങ്ങനെ മൊത്തം 4 പേരെയാണ് നിലവിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജഗതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന പോൾ വെൽനസ് സ്പായിലാണ് ഇന്നലെ ഈ ഒരു പരിശോധന നടത്തിയിട്ടുള്ളത്. പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ ഇല്ലാതെ അവിടെ ജോലി ചെയ്ത് താമസിച്ചു വരുന്ന 2 വനിതകളെയാണ് പോലീസ് ആദ്യം പിടികൂടിയിട്ടുള്ളത്. ഈ സ്പായിൽ തെറാപ്പിസ്റ്റുകളായി ജോലി ചെയ്തു വരുന്ന 2 യുവതികളെയാണ് പിടികൂടിയിട്ടുള്ളത്. ബംഗ്ലാദേശ് സ്വദേശിനികളായ റൂമ ചർനാഭ, റിമ ഷാഹിബ് ഷെയ്ഖ്, ഇങ്ങനെ 2 പേരെയാണ് നിലവിൽ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. 2 പേരും 21 വയസ്സ് മാത്രം പ്രായമുള്ള ആളുകളാണ്. കൂടാതെ ഇതിനുശേഷം സ്ഥാപന ഉടമകളെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവർ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്ത് വരുന്നു, തുടങ്ങിയ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ. വിനിത. ശരി, ആഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.